കണ്ണുടയ വള്ളലാരുടെ ഒഴിവിലൊടുക്കം 2-ാം അധികാരത്തിലെ ശക്തി നിപാത തത്വ ഒഴിവിലെ അടുത്ത ഒരു വെൺപായിലേക്കാണ് നാം പ്രവേശിക്കുന്നത്. 4 തരത്തിലുള്ള സാധകന്മാർക്ക് 4 തരത്തിലുള്ള ഗുരു ഉപദേശമാണ് ഗുരു നൽകുന്നത്. ഈ 4 തരത്തിലുള്ള ഗുരുപദേശത്തെക്കുറിച്ചിട്ടാണ് ഇതിൽ പറയുന്നത്. ഇതാ നമുക്ക് നോക്കാം. ഉത്തമന് ഗുരുദർശനത്തിൽ ഒരു വാക്ക് ജീവനി സമം തരും തീവ്രനും ശകുന സൂക്ഷ്മവാണി സമമാതി മന്ദതരനും ഫലം. ഇമ്പമായി ശ്രുതികൾ പാടി നിന്ന് അനുനയിച്ചിണക്കി കൊടുമൂർച്ചയിൽ തുമ്പി ചിത്തരതി ചേർത്തിണക്കിയ വിധം തുണയ്ക്കും അധ മന്ദനും. അപ്പോൾ 4 തരത്തിലുള്ള സാധകന്മാരുണ്ട്. ഏതൊക്കെയാണെന്ന് നോക്കൂ. ഉത്തമൻ, പിന്നെ അതേപോലെ തന്നെ തീവ്രൻ, പിന്നെ തീവ്രതരൻ, അതേപോലെ മന്ദൻ തുടങ്ങിയ 4 തരത്തിലുള്ള സാധകന്മാരുണ്ട്. ആ സാധകന്മാർക്ക് 4 തരത്തിലുള്ള ഗുരുദർശനമാണ് ലഭിക്കുന്നത്, ഗുരു ഉപദേശമാണ്, ഗുരുവരുളാണ് ലഭിക്കുന്നത്. ഉത്തമന് ഗുരുദർശനം, ഉത്തമന് ഗുരു ഒന്ന് നോക്കിയാൽ മതി. ആ നോട്ടത്തിലൂടെ ഗുരു തൻ്റെ ശക്തി മുഴുവനും ഈ സാധകനിലേക്ക് പകരുന്നു, ഉത്തമനായ സാധകനിലേക്ക് പകരുന്നു. ഇതിനാണ് നയനദീക്ഷ എന്ന് പറയുന്നത്. കണ്ണുകൊണ്ട് ഗുരു ഒന്ന് നോക്കിയാൽ മതി, അതോടെ ഈ ഉത്തമനായ സാധകന് ആത്മസാക്ഷാത്കാരം ലഭിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് രമണ മഹർഷിയുടെ അടുത്ത് ചെന്ന കാവ്യകണ്ഠ ഗണപതി മുനി, അദ്ദേഹം ഒരു ദർശനത്തിലൂടെ, രമണ മഹർഷിയുടെ ഒറ്റ നോട്ടത്തിലൂടെ തന്നെ ഈ ആത്മസാക്ഷാത്കാരത്തിൻ്റെ ഏറ്റവും ഉന്നത തലത്തിലേക്ക് ഉയർന്നു പൊങ്ങി. അപ്പോൾ ഇങ്ങനെയുള്ള ഉത്തമരായ സാധകർക്ക് എപ്പോഴും ഗുരു ഒരു ദർശനത്തിലൂടെ തന്നെ ഈ മഹാ അരുള് നൽകും. ഇത് ഉത്തമനായ സാധകന് ലഭിക്കുന്നതാണ്. ഇനി പിന്നെ തീവ്ര പക്വനുണ്ട്. തീവ്ര പക്വൻ എങ്ങനെയാണ്? ഒരു വാക്കിൽ ജീവന് സമം കിട്ടും തീവ്രതരന്. അപ്പോൾ തീവ്രനായ ഒരു സാധകന്, വളരെ തീവ്ര സാധകന് ഗുരു ഒരു വാക്ക് അല്ലെങ്കിൽ ഒരു മന്ത്രം ഉപദേശിക്കുന്നു. ആ ഉപദേശത്തിലൂടെ സാധകന് ദിവ്യമായ ആത്മസാക്ഷാത്കാരം ലഭിക്കുന്നു. ഗുരു ഒരു വാക്ക് മാത്രമേ ഓതുള്ളൂ. ഏതുപോലെ? ജീവനി സമം, മൃതസഞ്ജീവനിക്ക് സമമായിട്ട്. ആ മൃതസഞ്ജീവനിയെപ്പോലെയുള്ള ഒരു വാക്കാണ് ഗുരു ഓതുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് സോഹം എന്ന ആ അജപ ഒരു തീവ്രനായ സാധകന് ഗുരു ഉപദേശിക്കുമ്പോൾ ആ സോഹം എന്ന അജപ അയാളുടെ ജീവിതത്തെ ആകെ ആത്മീയ തലത്തിലേക്ക് ഉയർത്തുകയും അയാളുടെ ശ്വാസോച്ഛ്വാസം തന്നെ സോഹമായി മാറുകയും 24 മണിക്കൂറും ശിവസാമീപ്യത്തിൽ ലയിച്ച് ജീവിക്കാനും ആ തീവ്രനായ സാധകന് ഒരു പ്രയാസവും ഉണ്ടാവില്ല. ഇവിടെ ആ അജപ എന്ന ഒരു വാക്ക്, സോഹം എന്ന ഒരു വാക്ക് മാത്രമേ ഗുരു ഈ തീവ്രനായ സാധകന് ഉപദേശിക്കുന്നുള്ളൂ. പക്ഷേ ആ സാധകന് അത് വലിയ ഒരു ആത്മസാക്ഷാത്കാരത്തിലേക്ക് നയിക്കും. ഇത് രമണ മഹർഷിയുടെ ജീവിതത്തിലൊരു സംഭവം നൊച്ചൂർ വെങ്കടരാമസ്വാമികൾ ഉള്ളത് 40 വ്യാഖ്യാനിച്ചപ്പോൾ വിവരിക്കുന്നുണ്ട്. അതായത് 3 വയസ്സായൊരു കൊച്ചു കുട്ടിയെ രമണ മഹർഷി സോഹം സോഹം എന്നുച്ചരിക്കാൻ കാണാതെ പഠിപ്പിച്ചു. അങ്ങനെ കാണാതെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഭക്തൻ ചോദിച്ചു, അങ്ങ് ഈ 3 വയസ്സായ കുട്ടിക്ക് ഇത്ര ഗഹനമായ വാക്ക് എന്തിനാണ് പറഞ്ഞു കൊടുക്കുന്നതെന്ന് ചോദിക്കുകയാണ്. രമണ മഹർഷി പറഞ്ഞു, വാക്കുകൊണ്ട് മാത്രമല്ല, അതിൻ്റെ പിന്നിലുള്ള നിഗൂഢ രഹസ്യങ്ങൾ പലതുമുണ്ട് എന്നുള്ള അർത്ഥത്തിൽ ഒന്ന് ചിരിച്ചു.
പിന്നീട് 2-3 മാസം കഴിഞ്ഞപ്പോൾ ഈ കുട്ടി സോഹം എന്ന് ഉച്ചരിച്ചുകൊണ്ട് മരിച്ചു. ശരിക്കും അതൊരു ദിവ്യമായ വാക്കാണ് ഈ സോഹം എന്ന് രമണ മഹർഷി ആ ഇന്ദിര എന്ന കൊച്ചു 3 വയസ്സുകാരി കുട്ടിക്ക് ഉപദേശിച്ചത്. അതിലൂടെ ആ കുട്ടി സത്യത്തിൽ ശിവലോകത്തിലേക്ക്, ശിവസാമീപ്യത്തിലേക്ക് എത്തുകയാണ് ചെയ്തത്. അതിനു വേണ്ടിയിട്ടാണ് രമണ മഹർഷി അത് പഠിപ്പിച്ചു കൊടുത്തത്. ഇത് ഏറ്റവും തീവ്രനായ ഒരു സാധകന് ലഭിക്കുന്നുണ്ട്. ഈ കുട്ടി അത്ര തീവ്രതരത്തിലുള്ള ഒരു സാധകയായിരിക്കണം കഴിഞ്ഞ ജന്മത്തിൽ. അതുകൊണ്ടാണായിരിക്കാം 3-ാമത്തെ വയസ്സിൽ തന്നെ രമണ മഹർഷിയുടെ അടുത്തേക്ക് പിതാവിനോടൊപ്പം വരാൻ കഴിയുന്നത്. അപ്പോൾ ഗുരു ഈ കുട്ടിക്ക് ആ സോഹം എന്ന ആ അജപ മന്ത്രിച്ചു കൊടുത്ത് കാണാതെ പഠിപ്പിക്കുകയാണ് ചെയ്തത്. ഇതാണ് ഒരു തീവ്ര സാധകന് മൃതസഞ്ജീവനി ആയിട്ട് മാറുന്ന വാക്ക്. പിന്നെ ശകുന സുഷ്മവാണി സമം മന്ദതരൻ. മന്ദതരന് ഈ ശകുന പക്ഷിയുടെ മൂളൽ പോലെ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കണം. അപ്പോൾ മന്ദതരനാണെങ്കിൽ ഈ ചകോര പക്ഷി ഉണ്ടല്ലോ, ആ ചകോര പക്ഷി ഇടയ്ക്കിടയ്ക്ക് മൂളിക്കൊണ്ടിരിക്കും. അതുപോലെ പലപാട് മൂളിയായിരിക്കും ഈ ഗുരു മന്ദതരനായ ഭക്തന്, സാധകന് പറഞ്ഞു കൊടുക്കുന്നത്. പിന്നെ ഇമ്പമായി ശ്രുതികൾ പാടി നിന്ന് അനുനയിച്ചിണക്കി കൊടുമൂർച്ചയിൽ തുമ്പി ചിത്തരതി ചേർത്തിണക്കിയ വിധം തുണയ്ക്കും മന്ദനം. മന്ദന് ഈ ശ്രുതിവാക്യങ്ങൾ നിരന്തരം പറഞ്ഞുകൊണ്ടേയിരിക്കണം. ഗുരു ഈ മന്ദന് നിരന്തരം ഈ ശ്രുതിവാക്യങ്ങൾ പറഞ്ഞു കൊടുത്തുകൊണ്ടേയിരിക്കും. ഏതുപോലെ ഇതാ നോക്കൂ, ഇമ്പമായ ശ്രുതികൾ പാടി നിന്ന് എങ്ങനെയാണെന്ന് നോക്കൂ, കൊടുമൂർച്ചയിൽ തുമ്പി ചിത്തരതി ചേർത്തിണക്കിയ വിധം. തുമ്പി മൂളിക്കൊണ്ടിരിക്കുന്നത് പോലെ, തുമ്പി മധു നുകർന്നതിന് ശേഷം മൂളിക്കൊണ്ടിരിക്കുന്നത് പോലെ, ഇണയെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് മൂളിക്കൊണ്ടിരിക്കുന്നത് പോലെ നിരന്തരം ശ്രുതിവാക്യങ്ങൾ ഈ ഗുരു നിരന്തരം പറഞ്ഞുകൊണ്ടേയിരിക്കും. അങ്ങനെ ശ്രുതിവാക്യങ്ങൾ നിരന്തരം ഉപദേശിച്ചുകൊണ്ട് ഈ മന്ദനായ സാധകന് ഗുരു പറഞ്ഞു കൊടുക്കും, ഉപദേശിച്ചു കൊടുക്കും. അത് ഏതുപോലെ തുമ്പിയുടെ മൂളിച്ച പോലെ എന്നാണ് ഇവിടെ പറയുന്നത്. തുമ്പി ഒരു ആധ്യാത്മിക പ്രതീകമാണ്. തുമ്പി ഇതിൻ്റെ മൂലത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്. ഇതാ നോക്കൂ, മധുവുണ്ട പോറ്റുമ്പിയൻ പാട്ട് പോലെന്ന് മാത്രമേ മൂലത്തിൽ കണ്ണുടയവളലാർ പറയുന്നു എന്നുള്ളൂ. അതായത് മധുവുണ്ട തുമ്പി പാടുന്ന പാട്ട് പോലെ എന്നാണ് കണ്ണുടയവളലാർ പറയുന്നത്. അത് മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്ത തിരുവല്ലം അത് എന്തായിട്ട് കൂട്ടിച്ചേർക്കുന്നു, കൊടുമൂർച്ചയിൽ തുമ്പി ചിത്തരതി ചേർത്തിണക്കിയ പാട്ട് പോലെ എന്നാണ്. അപ്പോൾ തുമ്പി തൻ്റെ ഇണയെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് മൂളിച്ച പോലെ ഈ മന്ദനായ സാധകനെ ആകർഷിക്കാൻ വേണ്ടി നിരന്തരം ഗുരു തുമ്പിയുടെ മൂളിച്ച പോലെ മൂളിക്കൊണ്ടേയിരിക്കും ഈ ഉപദേശം. അങ്ങനെ മന്ദനായ സാധകന് ഈ അനുഭവത്തിലേക്ക്, ഈ ദിവ്യമായ ആത്മസാക്ഷാത്കാരാനുഭൂതിയിലേക്ക് എത്തിച്ചേരാൻ പറ്റും. ഇത് തിരുവല്ലം കുറച്ച് കൂട്ടിച്ചേർത്തതാണ്. ഇണയെ ആകർഷിക്കാൻ വേണ്ടിയിട്ടാണ് തുമ്പി മൂളുന്നത് എന്നാണ് ഇവിടെ തിരുവല്ലം കൂടുതലായിട്ട് കൂട്ടിച്ചേർത്തത്. അത് തമിഴ് ഫോക്ലോറിലുള്ളതാണ്. തമിഴ് ഫോക്ലോറിൽ ഈ തുമ്പി വലിയൊരു ആധ്യാത്മിക പ്രതീകമാണ്. ആ തുമ്പി അതിൻ്റെ ഇണയെ ആകർഷിക്കാൻ വേണ്ടി മൂളിക്കുന്നു. ഇവിടെ ഇണ എന്നുള്ളത് സാക്ഷാൽ ഇണ എന്ന് പറയുന്നത് ദേവിയാണ്. ദേവീ സങ്കല്പത്തിലാണ് സൂചിപ്പിക്കുന്നത്. ശിവൻ ആകുന്ന തുമ്പി തൻ്റെ ഇണയെ ആകർഷിക്കാൻ വേണ്ടി, പാർവതി ദേവിയെ ആകർഷിക്കാൻ വേണ്ടി
മധു ഉണ്ട ശേഷം മൂളുന്ന മൂളിച്ച എന്നാണ് ഈ ഫോക്ക് സോങ്ങുകളിൽ കാണുന്നത്. അത് തമിഴിലുള്ള ഒരു പ്രത്യേകതയാണ്. തമിഴിൽ ആത്മീയ സാഹിത്യത്തിൽ വളരെ പ്രധാനപ്പെട്ട, പ്രത്യേകിച്ചും സംഘം കൃതികളിലെല്ലാം ഈ തുമ്പി ഒരു ആധ്യാത്മിക പ്രതീകമാണ്. അതുകൊണ്ടായിരിക്കണം തിരുവല്ലൻ തർജ്ജമയിൽ ആ രീതിയിൽ അത് കൂട്ടിച്ചേർത്തത്. എന്താ നോക്കൂ, ഇണയ്ക്ക് കൊടുമൂർച്ചയിൽ തുമ്പി ചിത്തരതി ചേർത്തിണക്കിയ ഗാനം പോൽ എന്നാണ് പറയുന്നത്, മൂളിച്ച പോൽ. അപ്പോൾ തുമ്പിയുടെ ഗാനം പോലെ നിരന്തരം മൂളിക്കൊണ്ടിരിക്കും ഗുരു ശിഷ്യന്, മന്ദനായ ശിഷ്യന്. ഇതാണ് 4 തരത്തിലുള്ള സാധകന്മാർക്ക് 4 തരത്തിലുള്ള ഉപദേശങ്ങൾ ഗുരുവിൽ നിന്ന് ലഭിക്കുന്നത്. അപ്പോൾ എല്ലാ ശിഷ്യന്മാരും ഒരേ തരത്തിലുള്ളവരല്ല. അവർക്ക് 4 തരത്തിൽ, ഏറ്റവും മന്ദനാണ് അധികവുമുള്ളത്, മന്ദമായ സാധകരാണുള്ളത്. അവർക്ക് ഈ ശ്രുതിവാക്യങ്ങൾ നിരന്തരം ഈ തുമ്പിയുടെ ഗാനം പോൽ, മധുവുണ്ട തുമ്പിയുടെ ഗീതം മൂളിച്ച പോലെ നിരന്തരം ഗുരു ഉപദേശിച്ചു കൊണ്ടിരിക്കണം. അപ്പോൾ സാധാരണക്കാരായ മന്ദർക്ക് ഗുരുവിൻ്റെ ഉപദേശം നിരന്തരം കിട്ടിക്കൊണ്ടേയിരിക്കണം. അപ്പോൾ ഈ തുമ്പി എന്നുള്ള ആ ആത്മീയ പ്രതീകത്തിലൂടെ ഇത് കണ്ണുടയ വള്ളലാർ വിശദീകരിക്കുകയാണ്. ഈ തുമ്പിയെ തന്നെ ആത്മീയ പ്രതീകമായിട്ട് നമ്മുടെ സാഹിത്യത്തിലും വിവരിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും ആധുനികരായ ചില സാഹിത്യകാരന്മാർ തുമ്പിയെ ഒരു പ്രധാന കഥാപാത്രമാക്കി ചില കൃതികൾ രചിച്ചിട്ടുണ്ട്. ഏറ്റവും നല്ല ഉദാഹരണം ഖസാക്കിൻ്റെ ഇതിഹാസമാണ്. OV വിജയൻ എഴുതിയ ഖസാക്കിൻ ഇതിഹാസത്തിലെ ഒരു കഥാപാത്രം അപ്പുക്കിളി തുമ്പിയെ പിടിച്ചു നടക്കുന്നവനാണ്. ഈ തുമ്പി ആത്മീയ പ്രതീകമാണ്. അതുപോലെ രവിയും കുട്ടിക്കാലത്ത് തുമ്പിയെ ഒരു ഗ്ലാസിൻ്റെ ഒരു പാത്രത്തിൽ അടച്ചു വയ്ക്കുന്നുണ്ട്. ആ തുമ്പി ചിതാകാശത്തിലേക്ക് പിന്നെ പറന്നുയരുന്നുമുണ്ട്. അപ്പോൾ ഈ തുമ്പി എന്നുള്ള കഥാപാത്രം ശാക്തേയ സമ്പ്രദായത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവം കൂടിയാണ്. അപ്പോൾ OV വിജയൻ്റെ ഖസാക്കിൻ്റെ ഇതിഹാസത്തിലെ തുമ്പി സത്യത്തിൽ ആ നോവലാകെ നിറഞ്ഞു നിൽക്കുന്ന ശാക്തേയ സമ്പ്രദായത്തിൻ്റെ വലിയൊരു പ്രതീകമായിട്ട് ഈ ആത്മീയ പ്രതീകമായ തുമ്പി നിൽക്കുന്നു. അപ്പുക്കിളി എന്ന കഥാപാത്രത്തെ അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് അതിലെ ശാക്തേയ രീതിവിശേഷങ്ങൾ വളരെ വ്യക്തമായിട്ട് കാണാൻ കഴിയും. അതിനെക്കുറിച്ചൊന്നും ഇവിടെ ഞാൻ കൂടുതൽ പറയുന്നില്ല. സാഹിത്യമല്ലോ നമ്മുടെ വിഷയം. അപ്പോൾ കണ്ണുടയ വള്ളലാരുടെ ഒഴിവിലൊടുക്കം നമ്മെ ഈ ആത്മീയമായ ഉന്നതമായ തലത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. ഓം ശിവായ നമഃ.